എല്ലാ വർഷവും ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഓരോ കോഴ്സ് ജോയിൻ ചെയ്യുന്നതും പഠിക്കുന്നതും പഠിച്ചിറങ്ങുന്നതും. പക്ഷെ ഇത് പലപ്പോഴും അവരുടെ താല്പര്യം കാരണമായിരിക്കില്ല അവർ ഈ കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ നിർബന്ധം കാരണം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ കോളേജിൽ അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയും ആ ഒരു കോഴ്സ് പോയി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള പല കേസുകളുണ്ട്. ശരിക്കും നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വേഴ്സ് ആയിരിക്കും. സോ വേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര വേഴ്സ് ആയിരിക്കും. കാരണം മറ്റുള്ളവരുടെ നിർബന്ധം അനുസരിച്ച് നിങ്ങളൊരു കാര്യം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ മേ ബി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. സോ ഇവിടെ നമ്മൾ ട്രഡീഷണലി കണ്ടുവരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ചേരുക എന്നുള്ളത്. ആൻഡ് +1 +2 തന്നെ പാരലലി ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങും അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഈ ഒരു +2 കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിൻ്റെ എക്സാം വരുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു എൻട്രൻസിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യും. ഇൻ കേസ് അതിൽ എലിജിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്താ സംഭവിക്കുക? നിങ്ങൾ വീണ്ടും ആ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി ഒരു വർഷം വീണ്ടും വേസ്റ്റ് ചെയ്ത് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യും അല്ലേ? ആൻഡ് ഇനി എന്താ സംഭവിക്കുക? അതിലും നിങ്ങൾ എലിജിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കോഴ്സ് പോയി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ എക്സ്ട്രാ ഒരു വർഷം കൂടെ അവിടെ വേസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോവുക. സോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നൻപൻ മൂവിയിൽ ആ ശ്രീകാന്തിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. സോ ആ ക്യാരക്ടറിന് ഫോട്ടോഗ്രാഫി പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേരൻസ് ആ ഒരു സ്റ്റുഡൻറ്റിനെ നിർബന്ധിച്ച് നമ്മുടെ എഞ്ചിനീയറിങ്ങിന് കൊണ്ടുപോയി ചേർത്താം. അപ്പോൾ അങ്ങനെ ചേർത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു കുട്ടിക്ക് അവിടെ ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാൻ കഴിഞ്ഞതല്ല, ഫുൾ സപ്ലി. ആൻഡ് ആ ഒരു മൂവി കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഒരുപാട് അസൈൻമെൻറ്റ്സ്, റെക്കോർഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ദാറ്റ് ഈസ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ആ കുട്ടിയുടെ താല്പര്യം അനുസരിച്ചിട്ടല്ല ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസും ആ ഒരു കുട്ടി അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കോഴ്സ് ഒരിക്കലും തീരുമാനിക്കരുത്. കാരണം ഇറ്റ് ഈസ് യുവർ ലൈഫ്. സോ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഏരിയ ആദ്യം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ഇത്തരം ഏരിയാസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ വന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളിൽ പലരും താല്പര്യമില്ലാതെ എടുത്ത സബ്ജക്റ്റ് കാരണം അവരുടെ ലൈഫ് തന്നെ സ്പോയിലായിട്ടുള്ള പല ഫ്രണ്ട്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾ പോവാതിരിക്കുക. ഓക്കെ, അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് സേ ഫോർ എക്സാമ്പിൾ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും, മോസ്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ആ ഒരു കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ഫസ്റ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനാണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കുന്നതാണോ താല്പര്യം എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ആർട്സിലേക്ക് പോകണോ, കൊമേഴ്സിലേക്ക് പോകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നോളജി പരമായി പോകണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കയറാനാണോ താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാജുവേഷൻ എടുക്കാനാണോ താല്പര്യം എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് എന്ത് കൈൻഡ് ഓഫ് വർക്ക് എൻവയോൺമെൻ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. സോ ഇത്രയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു ഏരിയയിൽ വരുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കുക. സേ ഫോർ എക്സാമ്പിൾ സൈക്കോളജിയിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ BA സൈക്കോളജി, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകാം, അല്ലെങ്കിൽ HR റോൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം.
ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ എന്ത് തരം കോഴ്സുകൾ അല്ലെങ്കിൽ ആ ഒരു ജോബ് റോളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, പ്രൊഫഷണൽസ് ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക, മെൻറ്റേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഭാവിയിൽ എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിനുശേഷം പിന്നെ വരുന്ന അടുത്ത കാര്യമാണ്, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടുള്ള ഫ്രീ കോഴ്സസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഫുള്ളി ഇരുന്ന് നന്നായിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. സോ റിമെമ്പർ, ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ഡെസിഷൻ എടുക്കേണ്ടത്. യുവർ ഡെസിഷൻ ഷുഡ് ബി വൈസ്. ഓക്കെ, സോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു കോഴ്സ് എടുത്ത് ഫ്യൂച്ചറിലുള്ള ആ ഒരു പർട്ടിക്കുലർ കോഴ്സിൻ്റെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ഏതാണോ എന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കോഴ്സ് എടുക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.